പൂച്ചയ്ക്കാരു മണി കെട്ടും. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം? മിണ്ടാ പൂച്ച കലമുടയ്ക്കും. എടുത്തു ചാടിയ പൂച്ച എലിയെ പിടിക്കില്ല. ഇല്ലാത്ത കരിമ്പൂച്ചയെ ഇരുട്ടത്ത് തപ്പുക. എലി പിടിക്കുന്ന പൂച്ച കലവും മുടയ്ക്കും. തുടങ്ങി നിരവധി പഴഞ്ചൊല്ലുകളാണ് ഫെലിസ് കാറ്റസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന മനുഷ്യർ വളർത്തുന്ന അരുമ മൃഗമായ പൂച്ചയെക്കുറിച്ചുള്ളത്. മനുഷ്യനുമായി ഏകദേശം 9500ഓളം വർഷത്തെ ബന്ധമുള്ള ഇവയ്ക്ക് ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട സകല മേഖലകളിലും സജീവ സാന്നിധ്യമാണുള്ളത് എന്നൊരു വസ്തുതയാണ് ഇത്തരം പഴഞ്ചൊല്ലുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാലും പൂച്ചയെ പറ്റിയുള്ള അന്ധവിശ്വാസങ്ങൾക്കും ഈ നാട്ടിലെന്നല്ല വിദേശ രാജ്യങ്ങളിൽ പോലും ഒട്ടും കുറവില്ല. കരിമ്പൂച്ച കുറുകെ ചാടിയാൽ ഇന്നും ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പാതി വഴിക്ക് അവസാനിപ്പിച്ച് തിരിച്ചു മടങ്ങി വരുന്ന അഭ്യസ്തവിദ്യരായ വ്യക്തികൾ ഒട്ടും കുറവല്ല. എന്നാൽ എന്തായിരിക്കാം ഈ പേടിക്ക് പിന്നിലുള്ള ചരിത്ര രഹസ്യമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ അതിനുത്തരമായി ഈ വീഡിയോ മുഴുവൻ കണ്ടോളൂ. മധ്യകാലഘട്ടം മുതലേ സാധാരണ മനുഷ്യർ കാളവണ്ടിയിലായിരുന്നു യാത്ര ചെയ്തിരുന്നത്. വഴിയിൽ വെച്ചെങ്ങാനും പൂച്ചയെ കണ്ടാൽ കാളകൾ പ്രകോപിതരാവുകയും ചാടുകയും ഒക്കെ ചെയ്യുമായിരുന്നു ആ സമയങ്ങളിൽ. ഇങ്ങനെ കാളകൾ ഭയന്നോടി അപകടമുണ്ടാവാതെ ഒഴിവാക്കാനായി കാളവണ്ടികൾ ഓടിക്കുന്നവർ പൂച്ചകളെ കണ്ടാൽ വണ്ടി നിർത്തി അവ കടന്നു പോകുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കുമായിരുന്നു. തുടർന്നങ്ങോട്ട് ഇതൊരു ശീലമായി മാറി. അങ്ങനെ കാലവും മാറി. കാളയ്ക്ക് പകരം മോട്ടോർ വാഹനങ്ങളും ഇലക്ട്രിക് വണ്ടികളും നിരത്തിലിറങ്ങിയെങ്കിലും ഈ ശീലം മാത്രം മാറിയില്ല എന്നതാണ് ശരിക്കുള്ള സത്യം. ഇതുപോലെ രസകരമായ പൂച്ച വിശേഷങ്ങൾ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.